എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. +1 റിസൾട്ട് ഇന്നലെ ഒരു 3:45 4 മണിയോടെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ റീവാലുവേഷൻ്റെയും ഫോട്ടോ കോപ്പിയുടെയും സ്ക്രൂട്ടണിയുടെയൊക്കെ അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികളും മാർക്ക് കുറഞ്ഞവരുണ്ട്, ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാനിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം 2024 ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴാണ്? നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം 2024 ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോൾ നടക്കുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത്തവണത്തെ ഇംപ്രൂവ്മെൻ്റ് എക്സാം വിദ്യാർത്ഥികൾക്ക് ഒരു പാരയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒക്ടോബറിൽ നടത്തേണ്ട ഇംപ്രൂവ്മെൻ്റ് എക്സാമാണ് വിദ്യാഭ്യാസ വകുപ്പ് മാർച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളാണ് അവസാനമായിട്ട് ഇംപ്രൂവ്മെൻ്റ് എക്സാം സെപ്റ്റംബറിൽ എഴുതിയത്. ഈ വർഷത്തെ വിദ്യാർത്ഥികൾ മുതൽ ഇന്നലെ റിസൾട്ട് വന്ന നിങ്ങൾ വിദ്യാർത്ഥികൾ മുതൽ എന്ത് ചെയ്യേണ്ടത്? മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പമാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്കൊരു ഉപദ്രവമാണ്. കാരണം വെച്ചാൽ ആ സമയം നിങ്ങളുടെ +2 പബ്ലിക് എക്സാം നടക്കുന്ന ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതേണ്ടത്. ശരിക്കും പറഞ്ഞാൽ +2 പഠിക്കുന്നതിനൊപ്പം തന്നെയാണ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനും വിദ്യാർത്ഥി അതേ ടൈമിൽ തന്നെ പഠിച്ചെഴുതേണ്ടത്. +1ഉം +2ഉം ഒന്നിച്ച് പഠിക്കണം. അതേസമയം സെപ്റ്റംബറിൽ നടത്തുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്, സെപ്റ്റംബറിൽ ആ വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പിന്നെ +2 കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിയമം. മാർച്ചിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ +2ൻ്റെ ഒപ്പമാണ്, +2 എക്സാമിൻ്റെ ഒപ്പമാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടത്തുന്നത്. 3 വിഷയമാണ് വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നത്. ശരിക്കും പറയണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നല്ലത് എപ്പോൾ തന്നെയാണ്? സെപ്റ്റംബറിൽ നടത്തുന്നത് തന്നെയാണ്. ഈ മാർച്ചിൽ നടത്തുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. കാരണം സെപ്റ്റംബറിൽ നടത്തുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലത്. ഏതായാലും ഈ വർഷം മുതൽ മാർച്ചിലേക്കാണ് തീരുമാനം. എങ്ങനെ ആകുമെന്നൊന്നും അറിഞ്ഞുകൂടാ. നിലവിലെ തീരുമാനം അങ്ങനെയാണ്. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയൊരു കാണാം. അതുവരേക്കും ബൈ. ഇമ്പ്രൂവ്മെൻ്റ് എക്സാം മാർച്ചിലായതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്തെങ്കിലും കാരണം വെച്ചാൽ തിരിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ചെയ്യാം. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയൊരു കാണാം. അതുവരേക്കും ബൈ.